ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഞാൻ കിടക്കുന്ന മുൻപ് ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ ഒരു മാസം കൊണ്ട് കന്നഡ സർവീസിൽ പ്രസംഗിക്കുന്ന വിഷയമാണ് ഗോഡ്സ് ഡെമോൺസ്ട്രേഷൻ. പക്ഷെ പെട്ടെന്ന് ദൈവാത്മാവ് മലയാളം സർവീസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടുത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനും കടന്നു വരുന്ന ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൂതായിരുന്നു ഇന്ന് പകൽക്കാലം ഞാനിവിടെ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒരു വാക്യം ഞാനൊന്ന് വായിച്ച് ആരംഭിക്കട്ടെ. വായിക്കാം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ ചെയ്യുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഉറക്കെ പറഞ്ഞാട്ടെ. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എങ്ങനെ ഈ സന്തോഷത്തിൻ്റെ കാരണം എന്തെന്ന് നമുക്കൊന്ന് ഓടിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൽ സമറിയ പട്ടണത്തിൽ ഒറ്റ പ്രസംഗം കൊണ്ട്, ഫിലിപ്പോസിൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് ഈ പട്ടണത്തിൽ സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകിൽ സന്തോഷം നഷ്ടപ്പെട്ട് സന്തോഷമില്ലാത്ത അവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവാത്മാവ് ദൂതറിയിക്കുന്നു, ആ പട്ടണത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവവചനത്തിൻ്റെ ദൂതായിട്ട് ഞാൻ പറയട്ടെ, നഷ്ടപ്പെട്ട സന്തോഷം ദൈവം നിങ്ങൾക്ക് മടക്കി തരാൻ പോകുന്നു. എവിടെ സന്തോഷമില്ല എന്ന് പറഞ്ഞോ അവിടെ തന്നെ ദൈവം നിങ്ങൾക്ക് സന്തോഷം തരാൻ പോകുന്നു. സ്തോത്രം. ഒറ്റ പ്രസംഗം കൊണ്ട് അങ്ങനെ ഒരു പട്ടണത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റുമോ? ഒരു കുടുംബത്തിൽ കൊണ്ടുവരാം, ഒരു വ്യക്തിയിൽ കൊണ്ടുവരാം. ഒരു പട്ടണം മുഴുവനായിട്ട് സന്തോഷത്തിലേക്ക് വരണമെങ്കിൽ അവിടെ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഭവത്തിൻ്റെ അതിൻ്റെ പുറകിൽ എന്താ കാര്യം നടന്ന് എന്ന് ഒന്നുകൂടി ചിന്തിച്ച് നോക്കണം. ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൽ ഫിലിപ്പോസ്, അപ്പോസ്തലനായ ഫിലിപ്പോസ് അവിടെ സുവിശേഷം പറഞ്ഞു. സമറിയ പട്ടണത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി. എത്രയോ പ്രസംഗം കേട്ടിട്ടും സന്തോഷമില്ലാത്ത ആ പട്ടണത്തിൽ ഒറ്റ പ്രസംഗം കൊണ്ട് ആ പട്ടണം എങ്ങനെ സന്തോഷിക്കാൻ സാധ്യമായി? ചോദ്യം അതാണ്. 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും. സ്തോത്രം. ചിതറിപ്പോയവർ എന്ന് പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തന പുസ്തകമല്ല, ഇത് പരിശുദ്ധാത്മാവൻ ദൈവത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ്. അത് വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവൻ ദൈവത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ്. ഏത് അധ്യായം തൊട്ടാലും അവിടെ ആത്മാവിൻ്റെ ചലനമുണ്ടാകും. 1-ാം അധ്യായത്തിൽ കാത്തിരുന്നു, 2-ാം അധ്യായത്തിൽ ആത്മാവ് വന്നു, 3-ാം അധ്യായത്തിൽ മുടന്തൻ ചാടി എഴുന്നേൽക്കുന്നു, 4-ാം അധ്യായത്തിൽ അവരിരുന്ന സ്ഥലം കുലുങ്ങുന്നു, 5-ാം അധ്യായത്തിൽ ഒരു കുടുംബം ഷാക്കടിച്ച് മരിക്കുന്നു, 6-ാം അധ്യായത്തിൽ സഭയുടെ ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നു, 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് മരിക്കുന്നു, 8-ാം അധ്യായത്തിൽ സമറിയ പട്ടണത്തിന് ഉണർവ് നടക്കുന്നു, 9-ാം അധ്യായത്തിൽ തർസീസിന്റെ സൗൾ രക്ഷിക്കപ്പെടുന്നു, 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസ് വിടുതൽ പ്രാപിക്കുന്നു, ദർശനം കാണുന്നു, 11-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം മന്ത്രവാദത്തിന്റെ പുസ്തകങ്ങൾ അടിയറ പറയുന്നു, 12-ാം അധ്യായത്തിൽ പത്രോസ് കാരാഗൃഹത്തിൽ പുറത്തു വരുന്നു. ഏത് അധ്യായം തൊട്ടാലും അവിടെ മിറാക്കൽ. ആമേൻ. അപ്പോൾ ആത്മ ഉള്ള ഇടത്ത് ഏത് അധ്യായം തൊട്ടാലും ജീവിതത്തിൽ ചലനം ഉണ്ടാകും. അപ്പോൾ ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നീയും ചലിച്ചോണ്ടിരിക്കും. എല്ലാവരും പറഞ്ഞിട്ട് ആത്മാവ് ഉണ്ടെങ്കിൽ ആക്ഷൻ ഉണ്ട്. ആത്മാവുള്ളിടത്ത് ചലനമുണ്ട്.
പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു തൂങ്ങിപ്പിടിച്ചിരിക്കും. ആത്മാവുണ്ടോ ചലനമുണ്ടായിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഇനി ശ്രദ്ധിക്കുക, നമ്മളുടെ വായിൽ നിന്ന് പറയുന്ന വാക്കുകൾ ചിതറിപ്പോയവരൊക്കെയും. അപ്പൊ ചിതറിപ്പോകാൻ കാരണമെന്ന്, സഭയ്ക്ക് ഉപദ്രവങ്ങൾ സംഭവിച്ചു. യെരുശലേമിൽ സുവിശേഷം എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിച്ചു. കാരണമെന്ന്, കാരണം നമ്മൾ അറിയണം, ദൈവം പറയുന്ന വാക്ക് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ഉപദ്രവം വർദ്ധിക്കും. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുന്നു, സ്തോത്രം, നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആവർത്തിക്കും. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആവർത്തിക്കും. ആമേൻ. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എന്നാ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എനിക്ക് സാക്ഷികളാകുമെന്ന്. ഇത് അനുസരിക്കാതെ വന്നപ്പോ ഇപ്പൊ 8-ാം അധ്യായത്തിന് 1-ാം വാക്യം വന്ന് വായിച്ച്, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോ യെരുശലേമിന്റെ സഭയ്ക്ക് വലിയ ഉപദ്രവം സംഭവിച്ചു. എന്തിനു നേരിട്ടത്? സ്വത്രം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അവര് അനുസരിക്കാത്തപ്പോ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആവർത്തിച്ചു. ഇന്ന് പകൽക്കാലം പലപ്പോഴും ദൈവത്തിന്റെ വാക്കിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലം പ്രതിസന്ധികളും ദൈവമായിട്ട് അനുവദിക്കുക. അതിന്റെ മധ്യത്തില് ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു ദൈവ ശബ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ഇനി ശ്രദ്ധിക്കുക, ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി വ്യക്തമാണ്. യു വിൽ ഓൾസോ ഡിക്ലെയർ എ തിങ്. നിങ്ങൾ ഒരു കാര്യം എങ്ങനെ മലയാളത്തില് നിരൂപിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യും. നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങളൊന്ന് ഡിക്ലെയർ ചെയ്യും. ആമേൻ. ആൻഡ് ഇറ്റ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ യു. സ്വത്രം, നിങ്ങൾ എന്ത് പറയുന്നു ദൈവം അത് നടത്തും. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ നാവിന് ദൈവശക്തി നൽകിയിട്ടുണ്ട്. നീ പറയുന്ന വാക്കിന്മേൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന ഡോക്ടറിന്റെ റിപ്പോർട്ട് നിനക്ക് പ്രതികൂലമായിരിക്കും. പക്ഷെ നീ പറയുന്ന യേശുവിന്റെ നാമത്തില് ഞാൻ സൗഖ്യമായി. സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായിരിക്കട്ടെ, സന്ദർഭങ്ങൾ നിനക്ക് പ്രതികൂലമായിരിക്കട്ടെ, നീ എന്ത് പറയുന്നു ദൈവം അത് കണക്കിലെടുക്കും. ചില റിപ്പോർട്ടുകളെ ദൈവം തിരുത്തി എഴുതും. ആമേൻ. ചില സാഹചര്യങ്ങളെ ദൈവം അതിനെ അട്ടിമറിക്കും. ബട്ട് യു മസ്റ്റ് ഡിക്ലെയർ. നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ആമേൻ. അപ്പൊ ദൈവം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ലൈറ്റ് വിൽ ഷൈൻ ഓൺ യുവർ വേസ്. നിന്റെ പാതയ്ക്ക് വെളിച്ചമുണ്ടാകും. 3 കാര്യങ്ങള് നീ പറയും, ദൈവം അത് തന്നെ നിവർത്തിയാക്കും. സ്വത്ര, നിന്റെ പാത ഇരുട്ടിൽ പോകുകയില്ല. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയുന്നു, എന്റെ വഴികളിൽ ഇരുളുണ്ടാകത്തില്ല, അന്ധകാരം ഉണ്ടാകത്തില്ല, പൈശാചിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയില്ല, അവിടെ വെളിച്ചമുണ്ടാകും. Come on somebody. നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ ബിസിനസ്സില്, ജോലി മണ്ഡലത്തില്, യേശുവിന്റെ നാമത്തില് നിന്റെ വഴികളില്ല ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും. നിന്റെ വഴികളില് ദൈവം ലൈറ്റ് അടിപ്പിക്കും എന്ന് പറഞ്ഞ നിനക്ക് അന്ധകാരത്തിന്റെ പ്രശ്നം കാണുകയില്ല. പൈശാചിക ശക്തികൾ നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. അത് ഡിക്ലെയർ ചെയ്യുന്നവർ വാ തുറന്ന് പറഞ്ഞാര്. ആമേൻ.
നമുക്ക് പറ്റുന്ന കുഴപ്പം എന്നാ അറിയോ? വി ഹാവ് എ പ്രോബ്ലം. എല്ലാത്തിനും തല കുനിക്ക് പറയും. വിശ്വസിക്കുന്നതാണ്. തല കുനിക്കവർക്കാണ് ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം പറയുന്നത് നിന്റെ വാ കൊണ്ട് നീ ഏറ്റു പറയണം. സ്തോത്രം. ആലയത്തിൽ വരുമ്പോൾ നീ വാ കൊണ്ട് നിന്റെ വാ കൊണ്ട് നീ പറയണം. ഒരു കാര്യം പറയാം, ദൈവ സന്നിധാനത്തിൽ വന്ന് നീ വാ തുറന്ന് പറയണം. യു മസ്റ്റ് ഡിക്ലെയർ തിങ്സ്. നിന്റെ വിടുതലിന് നീ പറയണം. നിന്റെ തലമുറയുടെ വിടുതൽ നീ പറയണം. നിന്റെ ഭാവിയെക്കുറിച്ച് നീ പ്രവചിക്കണം. മറ്റുള്ള ഒരു പ്രവാചകൻ തലയിൽ കൈവച്ച് പ്രവചിക്കുന്നവരെ നീ കാത്തിരിക്കരുത്. നീ തന്നെ വാ തുറന്ന് നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഡിക്ലെയർ ചെയ്യ്. ദൈവം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. നിന്റെ വഴികളിൽ അവൻ്റെ വെളിച്ചം അടിക്കും. പ്രകാശമായിരിക്കും. നീ തൊടുന്നതല്ല ദൈവം അനുഗ്രഹിക്കും. വഴിയില്ലാത്തടത്ത് ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കും. ഓ, ഇരുട്ടത്ത് വഴി തപ്പരുത്. ഇരുട്ടത്ത് വഴി തപ്പിയാൽ നിനക്ക് എവിടെയും വഴിയില്ല. പക്ഷേ ഇരുട്ടുള്ള ഇടത്ത് ദൈവത്തിൻ്റെ പ്രകാശം അടിക്കുമ്പോൾ വഴിയില്ലാത്തടത്ത് നിനക്ക് വഴി ഉണ്ടാകുക. അടഞ്ഞ വാതിലുകൾ തുറക്ക. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാനത് പ്രവചിക്കുന്നു. വഴിയില്ലാത്തടത്ത് വഴി തുറന്നു വരട്ടെ. അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ. നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട ആരാധന മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട ദൈവകൃപ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട ദൈവസ്നേഹം മടങ്ങി വരട്ടെ. സമറിയ പട്ടണത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി. കാരണം ഫിലിപ്പോസിൻ്റെ ഒറ്റ പ്രസംഗം. അവൻ്റെ പ്രസംഗത്തിൻ്റെ പോയിന്റ് തന്നെ 4 പോയിന്റുള്ള പ്രസംഗം. 4 പോയിന്റുള്ള പ്രസംഗം. ആമേ. 1, അവൻ ചെന്നിടത്തൊക്കെയും അവൻ സുവിശേഷം അവൻ അറിയിച്ചു. ആമേ. 2, അവൻ ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി. 3, യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചു. 4, ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ പ്രസംഗിച്ചു. ഈ 4 പോയിന്റുള്ള പ്രസംഗം കൊണ്ട് പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. സ്വോത്ര. നമ്മൾ എത്ര പോയിന്റ് കേട്ടിട്ടുണ്ട്. സ്വോത്ര. ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ചു. 5 പോയിന്റുള്ള പ്രസംഗം പ്രസംഗിച്ചിട്ട് അവസാനം അവിടുത്തെ മൂപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പറഞ്ഞു. മൂപ്പൻ എഴുന്നേറ്റ് അടുത്ത 5 പോയിന്റ് പറഞ്ഞു. കർത്താവേ, ദൈവദാസൻ വിട്ടുപോയ 5 പോയിന്റ് എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞ നമ്മുടെ തല മൊത്തം പോയിന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പോസിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനമായ പോയിന്റ് 1, അവൻ ചെന്നിടത്തൊക്കെയും സുവിശേഷം പ്രസംഗിച്ച. ഇന്ന് പകൽക്കാല് എവിടെ ദൈവം നിന്നെ ആക്കിയാൽ, ആര് ദൈവം നിന്നെ പരിചയപ്പെടുത്തിയാൽ, ആരോട് നീ കൂട്ടുപിടിച്ചാൽ നീ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലല്ലോ, ഇളിയവനോട് വലിയവനോട് ദൈവത്തിന്റെ സുവിശേഷം നീ എത്തിക്കണം. ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി. ക്രിസ്തു അനോയിന്റഡ് വൺ. സ്വത്ര മശിയ അനോയിന്റഡ് വൺ, അഭിഷക്തനെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ അല്ലല്ല, നീ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ ഡെമോൺസ്ട്രേഷൻ നടത്തണം. യേശു കർത്താവിനെ ദൈവ അഭിഷേകം ചെയ്തത് പെത്തന്മാരെ വിടുവിക്കാനും കുരുട്ട് കണ്ണുകളെ തുറക്കാനും രോഗികളെ സൗഖ്യമാക്കാനും. ഹല്ലേലൂയ. എൻ്റെ മേൽ ആത്മാവുണ്ട്, എന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാല ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് എങ്ങനെ? നിന്നിൽ കൂടി അഭിഷേകം വെളിപ്പെട്ടു വരണം. അഭിഷേകം മുഖത്തെ തകർക്കുന്നതാ. 3, യേശുവിൻ്റെ നാമം പ്രസംഗിച്ചു. എല്ലാം മുട്ടും മടങ്ങണം. യേശുവിൻ്റെ നാമം പറയുമ്പോൾ അധികാരത്തെ കാണിക്കുന്നത്. 4, ദൈവരാജ്യം പ്രസംഗിച്ച്. എവിടെ പോയാലും നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയരുത്. സ്വന്തം രാജ്യം പണിയാനല്ല നോക്കണ്ടേ, സ്വന്തം പേരെടുക്കാനല്ല നോക്കണ്ടേ. ദൈവരാജ്യമായിരിക്കട്ടെ നിന്റെ കാഴ്ചപ്പാട്. ബ്രോഡ് മൈൻഡ് ഉള്ളവർ തിങ്ക് ചെയ്യുന്ന ദൈവരാജ്യം, നാരോ മൈൻഡ് ഉള്ളവർ തിങ്ക് ചെയ്യുന്നതാണ് സ്വന്തം രാജ്യം. ഹല്ലേലൂയ. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ.
ആർക്കും സഹായിയല്ല, ആർക്കും ഉപകാരിയല്ല. സ്വോത്രം എന്ത് കിട്ടിയാലും സ്വോത്രം പറഞ്ഞ് ഇങ്ങോട്ട് മേടിച്ചോളാം, അർത്ഥ കയ്യിൽ ഉപ്പ് വയ്ക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ. അല്ലല്ലേ, അതല്ല നിന്റെ ചിന്താഗതി. സ്വോത്രം എനിക്കില്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ കരുതണം. അതാണ് ദൈവരാജ്യം. സമറിയ പട്ടണത്തിലാണ് വലിയൊരു ഉണർവ് നടന്നത്. ഈ സമരിയ പട്ടണം അങ്ങനെ ഉണർവിന്റെ കേന്ദ്രമായിരുന്നു. യെരുശലേമിൽ, ദൈവത്തിൻ്റെ ആലയമുള്ള യെരുശലേമിലാണ് ഉണർവ് നടക്കേണ്ടത്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും സമര്യയിലും പോകണമെന്നാ. ശിഷ്യന്മാരെല്ലാം എവിടെ ആയിരുന്നേ? എല്ലാം യെരുശലേമിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. സമര്യ എന്ന് പറയുന്നത് ഇവർ യഹൂദന്മാരാണ്. യെരുശലേമിലുള്ളവർ യഹൂദന്മാർ. സമര്യക്കാർ താന്ന ആൾക്കാരാ. അവർ തൊട്ടാ തീണ്ടുണ്ടാകും. സ്വത്രം അവരടുത്ത് പോകാൻ മടിക്കുന്നു. സ്തോത്രം. സമര്യക്കാർക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. സ്വത്ര അവർക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. നമുക്കും പാരമ്പര്യം ഉണ്ടല്ലോ. നിങ്ങൾ സ്വത്രം പറയാത്തപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തൊക്കെ ഏത് പെന്തക്കോസ് എന്ന് പറഞ്ഞാലും നമുക്ക് ആ പഴയ പാരമ്പര്യം വിടാൻ മനസ്സില്ല കേട്ടോ. നിങ്ങൾ സ്വത്രം പറയാത്തപ്പോൾ എനിക്ക് പിടികിട്ടി പാസ്റ്റർ എൻ്റെ കാര്യം തന്നെ പറയുന്നത്. പിന്നെ ഉള്ള നിങ്ങളോട് അല്ലാതെ ആരോടെ പറയാനാ? ആമേ. സ്വത്രം ചില പാരമ്പര്യമുണ്ട്. സമര്യക്കാർക്കും പാരമ്പര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ 2 കിങ്സ് 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം വീട്ടിൽ ചെന്ന് 1-ാം വാക്യം മുതൽ 41-ാം വാക്യം വരെ വായിക്കണം. അത് ഓമർക്ക്. ഇപ്പം വായിക്കാം. 33-ാം വാക്യം ഒന്ന് വായിച്ചേ. 33-ാം വാക്യം. അങ്ങനെ അവർ യഹോവയെ ഓർക്കയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. ഇതെന്നാ? ഒന്നുകൂടി വായിച്ചേ. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. അപ്പൊ ദൈവത്തെ ഭജിക്കുകയും ചെയ്യും, ചില വിഗ്രഹം കൂടെ ഇരിക്കും. സ്വന്തം പറയണേ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, ദൈവത്തെ ആരാധിക്കും, ലോകപ്രകാരം ജീവിക്കും. സ്വത്രം അവരെ പാരമ്പര്യമാണ് ഞാൻ പറയുന്നത്. സ്വത്രം പലപ്പോഴും മിസ്രൈം വിട്ടാലും മിസ്രൈമിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പോകത്തില്ല. നമ്മൾ ലോകപ്രകാരം മരിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും സ്വത്രം, പക്ഷേ എവിടെയോ ഇടയ്ക്കിടയ്ക്ക് ലോകം കയറി വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ പറഞ്ഞതാ, ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ഭയങ്കര പാടാ. ഭാവിയ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാം. സ്വത്രം രക്ഷിക്കപ്പെട്ട ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്നെന്ന് പറയുന്നവരെ മാനസാന്തരത്തിൽ കൊണ്ടുവരാൻ ഭയങ്കര പാടാ. ഹലോ, നിങ്ങളുണ്ടോ? എന്നോട് കെർവിക്കരുത്, പിന്നെ പറയരുത് പാസ്റ്റർ ഇനി ഇങ്ങോട്ട് വരേണ്ടതെന്ന്. സ്വത്രം സത്യമാണ് ഞാൻ പറയുന്നത്. ആമേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണത്തിൽ സമറിയ പട്ടണത്തിൽ അവിടുത്തെ നിവാസികൾക്ക് ചില പാരമ്പര്യം ഉണ്ടായിരുന്നു. അവർ യഹോവയെ ഭജിക്കുന്നവരും, പക്ഷേ അവർ താമസിച്ചിരുന്ന സമറിയയിൽ ഉണ്ടായിരുന്ന സകല ജാതീയ ശക്തിയെ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ അവർ തുടർമാനമായിട്ട് അതിനെയും സേവിച്ചുകൊണ്ട് വരുമായിരുന്നു. യാക്കോബിന്റെ ലേഖനം പറയുന്നു, ഇരു മനസ്സുള്ളവന്റെ വഴികളൊക്കെയും അസ്ഥിരമായിരിക്കും. ആമേ. ഹല്ലേലൂയ. ഒന്ന് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ചൂടോടെ ഇറങ്ങണം. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരും കാണത്തില്ല. ഹലോ, ലിസൺ ടു മീ. ആരും കാണത്തില്ല. നിങ്ങളെ നിന്ദിച്ചവരും പരിഹസിച്ചവരും ഒത്തിരി പേര് കാണും. സ്വത്രം. ഞങ്ങൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ കലക്ക വെള്ളത്തിൽ മുങ്ങിയ വീട്ടിൽ നശിപ്പിക്കാൻ വരരുതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബന്ധുക്കാരെ ഇറക്കി വിട്ടവരാ.
സ്വത്രം. എനിക്ക് ഓർമ്മ ഉണ്ട്. ആമേ. എൻ്റെ അമ്മയെ അപമാനിച്ചു വിട്ടവർ ഓർമ്മ ഉണ്ട് എനിക്ക്. സ്വത്രം. അന്നാരുമില്ല. പക്ഷെ ഇന്ന് 4 പൈസയായി, സ്ഥാനമായി, പേരായി വരുമ്പോൾ ബന്ധുക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, ഒത്തിരി സ്നേഹിതരുണ്ട്. സ്വത്രം. നിനക്ക് ദൈവം ഇല്ലാതായിപ്പോയി. സമറിയ പട്ടണം. ഹലോ, ലിസൺ ടു മീ. സമറിയ പട്ടണത്തിൽ ഉണർവ് ഉണ്ടാകണമെങ്കിൽ, ആ സമറിയ പട്ടണത്തിന്റെ ചരിത്രം ദൈവം മാറ്റണമെങ്കിൽ, ഒന്ന്, അവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. 2:17-41. അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. അപ്പൊ യഹോവയെ ഭജിക്കുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്യും. പെന്തക്കോസുകാരെന്ന് പറഞ്ഞ് നടിക്കുന്ന ചില ഭക്തന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വത്രം. ഹല്ലേലൂയ. സമറിയ ഡ്യുവൽ ക്യാരക്ടർ. ഈ പട്ടണത്തിൽ ഒരു ഉണർവ് നടക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ദ കിങ്ഡം ഓഫ് ഗാഡ്, ദ പ്രിൻസിപ്പിൾ ഓഫ് കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിൻ്റെ തത്വം എന്ന് പറയുന്നത്, ഒന്ന്, വിതയ്ക്കുന്നതും കൊയ്യുന്നതും. ആമേൻ. എന്തോ വിതയ്ക്കുന്നു, അതിനെ കൊയ്തെടുക്കുന്നു. വിതയ്ക്കുന്നത് അതേ സ്പീഡിൽ കൊയ്തെടുക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് കൊയ്തെടുക്കാൻ പറ്റത്തില്ല. വിതച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ദൈവരാജ്യത്തിൻ്റെ പദ്ധതി. 1. 2, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവ് പറഞ്ഞു, വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്യുന്നവൻ മറ്റൊരുവൻ. സ്വത്രം. നമുക്കല്ല, നമ്മൾ വിതച്ച നമ്മൾ തന്നെ കൊയ്തെടുക്കണം. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ തത്വം, വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത്. സ്വത്രം. നിങ്ങൾ സുവിശേഷം പറഞ്ഞായിരിക്കും, പക്ഷെ മാനസാന്തരപ്പെട്ട് അവർ പോകുന്ന വേറെ ചർച്ചിലായിരിക്കും. അവരെ കാണുമ്പോൾ കണ്ടില്ല, സുവിശേഷം പറഞ്ഞത് കണ്ടില്ല, പോകുന്ന പോക്കാണ്ട് പറയരുത്. ഞാൻ ഓഫീസിൽ ജോലി ചെയ്തിട്ടുള്ളത് എൻ്റെ കൊലീഗാണ് ബാബുരാജ് എന്നാണ്. ബിജുബർ തന്നെ അറിയാം. തനി കമ്മ്യൂണിസ്റ്റിൻ്റെ ആളാണ്. പൂജ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ആണെങ്കിൽ തൻ്റെ വണ്ടി, ക്യാബിൻ എല്ലാത്തിനും പൂജ ചെയ്യും. സ്വത്രം. ഭാര്യ ക്രിസ്ത്യാനി. പുള്ളിയാണെങ്കിൽ പാസ്റ്റർമാരെ കണ്ണെടുത്ത് കണ്ടുകൂടാ. സ്വത്ര. ഞാൻ പുള്ളിയുടെ കൊലീഗും. എല്ലാ ദിവസവും പുള്ളിയുടെ ക്യാബിനിൽ കയറി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഈ പുള്ളിയെ ഒന്ന് തൊടണമെന്ന് പറയുമ്പോൾ ഈ പുള്ളിയുടെ മണിയടിയും സ്വത്രം, എന്താ തീയൊക്കെ ഇങ്ങനെ ആളി കത്തി ഭയങ്കര കൂടുതലായിരുന്നു. സ്വത്രം. ഓരോ ദിവസവും പുള്ളിക്കാർത്തി CSI ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് വന്നേ. അപ്പം ആ സഹോദരിക്ക് ഞാൻ പാസ്റ്റർ എന്നറിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറയും, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചോളണേ, എങ്ങനെയെങ്കിൽ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിച്ചോളണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പ്രാർത്ഥിച്ചു വരും. സ്വത്രം. പുള്ളി വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അല്ല, ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. ആമേ. സ്വത്രം. നിങ്ങൾക്കറിയാമോ, അന്ന് എന്ത് പറഞ്ഞാലും തർക്കുത്രം പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് FGAG സഭയുടെ മെമ്പറാ, അവിടുത്തെ ഒരു മൂപ്പനാ. സ്വത്രം. ഇപ്പം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കും. സ്വത്രം. എന്ത് ബൈബിൾ ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിക്കും. സ്വത്രം. പുള്ളിക്ക് വേണ്ടി ഞാൻ മാറിയിരുന്ന് 1 മണിക്കൂർ പ്രസംഗിക്കും. സ്വത്രം. ഹല്ലേലൂയ. എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒരു മൂപ്പൻ്റെ സ്ഥാനത്തിൽ വളർന്നു വന്നു, വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നു വന്നു. എനിക്ക് ഒരിക്കലും ചിന്ത വന്നില്ല, ഞാൻ ഇത്രയൊക്കെ വില മുടക്കിയിട്ട് എൻ്റെ ചർച്ചിൽ വന്നില്ലല്ലോ എന്ന്. ഞാൻ വില മുടക്കില്ല. എനിക്കറിയാം ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടുള്ളവ, വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്തെടുക്കുന്നവൻ മറ്റൊരുവൻ. അങ്ങനെയാണെങ്കിൽ സമറിയ പട്ടണത്തിൽ ആരോ, ഫിലിപ്പോസ് വരുന്നതിന് മുൻപ് ആരോ അവിടെ വിത്ത് വിതച്ചിട്ടുണ്ട്. സ്വത്രം. മനസ്സിലായവർ മാത്രമേ നാമേ പറഞ്ഞാട്ടെ. ഫിലിപ്പോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ടല്ല അവിടെ ഉണർവ് നടന്നത്. ഇതിനു മുൻപ് ആരോ അവിടെ വിത്ത് വിതച്ചിട്ടുണ്ട്. അതെവിടെ കാണാം? വായിക്കാം.
സമരിയ പട്ടണത്തില് വിത്ത് വിതച്ചത് ആര്? നോക്കാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം മുതൽ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് ആ. കൊയ്ത്ത് വരുന്നു എന്ന് ആ. നിങ്ങൾ പറയുന്നില്ലയോ? ആ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിലങ്ങൾ കൊയ്ത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ അത് കാണും. സ്വത്രം. ആമേൻ. അത് റെഡിയായി നിൽക്കുക. Harvest is plenty. Labors are few. Hallelujah. കൊയ്ത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. ദൈവം പറയുന്നു ഇനി 4 മാസമല്ല, 4 മാസം പറഞ്ഞോണ്ടിരിക്കണ്ട. കൊയ്ത്തിന് വേണ്ടി ഇപ്പൊ തന്നെ എല്ലാം റെഡി ആയിരിക്കുക. സ്വത്രം. വായിച്ചോ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നവൻ ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. അപ്പോ ഇവിടെ ആരാ വിതച്ചത്, ആരാ കൊയ്യുന്നത്? യേശു കാണാത്ത മണ്ഡലത്തെ വിശ്വാസത്താൽ തൻ്റെ വചനം അവൻ വാരി വിതറി. ആമേ. സ്വത്രം. നമുക്കെല്ലാവർക്കും അറിയാം, യേശു ആണ് ആദ്യം സമറിയെക്കുറിച്ച്, അവിടുത്തെ കാര്യത്തെക്കുറിച്ച് സുവിശേഷം എത്തിക്കുന്ന. അവിടെ ആദ്യം സമറിയ സ്ത്രീയോട് ആരാ സംസാരിച്ചേ? സ്വത്രം. ഞാൻ അങ്ങോട്ട് വരാം. അതിനു മുൻപേ 1-2 വാക്യം വായിച്ചോട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രവർത്തനം നിവർത്തിക്കാതെ ഒരിക്കലും അത് മടങ്ങിപ്പോത്തില്ല. സ്വത്രം. ഇന്ന് പകൽക്കാലം ഞാൻ കന്നഡ സർവീസിൽ പ്രസംഗിച്ച ഒരു വാക്ക് ഞാൻ അവിടെ തൊടുക. യെശയ്യാ പ്രവചനം 55 8 മുതൽ 12 വരെ വായിക്കുമ്പോൾ, എക്സ്പെഷ്യലി 10-ാം വാക്യം 11-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്യം, ആ വചനം, അത് വൃഥാവായി മടങ്ങിപ്പോകുകയില്ല. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. പക്ഷേ വായിൽ നിന്ന് വിതയ്ക്കുന്നവർ എന്ത് വിതയ്ക്കുന്നു എന്ന് സൂക്ഷിക്കുന്നത് വളരെ ഉചിതമായിരിക്കും, നല്ലതായിരിക്കും. നമുക്ക് പറ്റുന്ന കുഴപ്പം എന്നാ അറിയുക? സ്വത്രം. ഒന്ന് വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ നിറയുമ്പോൾ നല്ല പോസിറ്റീവായ കാര്യം പറയും. സ്വത്രം. ഒരു പ്രതികൂലം വരുമ്പോൾ പെട്ടെന്ന് നെഗറ്റീവ് പറയും. സ്വത്രം. വിശ്വാസത്തിൽ ഉറച്ചവർ മാത്രം ഒരാമയും പറഞ്ഞേ. സ്വത്രം പറയുന്നവർ, ആരാധിക്കുന്നവർ ബലഹീനരല്ല, അവർ ബലത്തിൽ തന്നെ നിൽക്കും. ആമേ. അപ്പൊ പ്രവചനം 55:10 മുതൽ വായിച്ചേ. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോ വചനത്തിന് ശക്തിയുണ്ട്. വചനം ഇവിടെ നയിച്ച. അതുകൊണ്ടാണ് 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നത് തന്നെ, വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ. ആമേ. അപ്പൊ വചനം സഞ്ചരിക്കുന്നതാ. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന വാക്യം നിങ്ങളുടെ മൈലുകൾക്കപ്പുറത്തിരിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കാരൊക്കെ ആയിരിക്കാം, നിങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി ആയിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇവിടെ നിന്ന് വാക്യം വിടുമ്പോൾ അത് മൈലുകൾക്കപ്പുറത്ത് ICU വാർഡിലാണെങ്കിൽ അവിടെ ദൈവം സന്ദർശിക്കും. ദൈവവചനത്തിന് ശക്തിയുണ്ട്. Come on, somebody shout hallelujah. Hallelujah. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അപ്പോൾ ഈ വചനം വൃഥാവായി മടങ്ങി ചെലുത്തില്ല. നീ പറയുന്ന വാക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, യോബിന്റെ പുസ്തകം വായിച്ചപ്പോൾ പറഞ്ഞു, യു മസ്റ്റ് ഡിക്ലെയർ, then God will establish. നിന്റെ പാത്തിലേക്ക് ദൈവം ലൈറ്റ് അടിപ്പിക്കും. സ്വത്രം. അപ്പം പറയുന്ന വാക്ക് എന്ത് പറയുന്നു എന്ന് സൂക്ഷിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം ഇങ്ങനായി മുടിഞ്ഞു പോകട്ടെ ഞാൻ. എന്നിട്ട് വന്ന് പറയും, പാസ്റ്ററെ
7 ദിവസം ഉപവാസമാണ് കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി. ഒരിക്കലും നീ അനുഗ്രഹിക്കപ്പെടില്ല. ഞാൻ പറഞ്ഞേക്കാം, ചാലഞ്ച് ചെയ്യ്. നീ 7 അല്ല 40 അല്ല 400 ഉപവസിക്കേ. നീ പറയുന്ന നെഗറ്റീവും പ്രാപിക്കാതിരിക്കുന്ന പോസിറ്റീവും എങ്ങനെ നടക്കും? ലെറ്റ് ദ വീക്ക് സേ ഐ ആം സ്ട്രോങ്. ബലഹീനൻ തന്നെ പറയട്ടെ ഞാൻ ബലവാൻ ആണോ? നീ പറയുന്ന വാക്ക് അത് ബലഹീനമാകരുത്. അതിനെ പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഹൗ ക്യാൻ എ വീക്ക് സേ ഐ ആം സ്ട്രോങ്? ഒരു ബലഹീനൻ പനി പിടിച്ച് കിടക്കുമ്പോൾ സിസ്റ്ററെ എന്നാ ഉണ്ട് വിശേഷം? അയ്യോ പാസ്റ്ററെ എന്ത് പറയാനാ, വയ്യ പാസ്റ്ററെ. ഇത് പറയാതെ പാസ്റ്ററെ ഞാൻ ആരോഗ്യത്തോടെ ഉണ്ട് എന്ന് ഏതെങ്കിലും വിശ്വാസി പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ചരിത്രത്തിൽ ഞാൻ കേട്ടില്ല. പക്ഷേ ആമോസിൻ്റെ പുസ്തകം പറയുന്നു നീ പറയണം. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ആമേ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഇന്ന് പകൽക്കാലം നീ എന്ത് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കരുത്. നിന്റെ നാവ് കൊണ്ട് നീ തന്നെ ശാപം വരുത്തി വെക്കരുത്. ഹല്ലേലൂയ. ഇരു മനസ്സുള്ളവൻ്റെ വഴികളൊക്കെയും അസ്ഥിരമായിരിക്കും. ദൈവവചനത്തിൽ ഞാൻ വാക്യം ഓടിച്ച് പറഞ്ഞു വിടാം. ആവർത്തന പുസ്തകം 22:9. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തില് വേറൊരു വക വിത്ത് ഇടരുത്. വായിച്ചോ. അങ്ങനെ ചെയ്താൽ നീ ഇട്ട വിത്തിന്റെ വിളവും മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവവും വിശുദ്ധ മന്ദിരം വകയ്ക്ക് ചേർന്നു പോകും. സ്വത്രം. നീ വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ അനുഗ്രഹം എല്ലാം വീണ്ടും മടങ്ങി ദേവാലയത്തിൽ വന്നേക്കും. പ്രസംഗിച്ച പാസ്റ്ററിന് കിട്ടുമെന്നാ. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു. സ്വത്രം. നിങ്ങൾ വേണ്ടാത്ത വിത്ത് വിട്ട സ്വത്രം ആ അനുഗ്രഹം മടങ്ങി വരും. വേണ്ടാത്തത് പറഞ്ഞ ഇപ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒരു ഭവനത്തിൽ കിടന്നു പോകുമ്പോൾ നിങ്ങൾ കാല് കുത്തുമ്പോൾ എന്താ പറയാൻ പറഞ്ഞേ? ശലോം. ആ കുടുംബം, ആ ഭവനം അതിന് യോഗ്യരാണെങ്കിൽ ആ അനുഗ്രഹം അത് അവിടെ നിലനിൽക്കും. ഇല്ലെങ്കിൽ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞേ? തിരികെ ദൈവദാസം പോകുമ്പോൾ കൂടെ അതും പോരുമെന്ന. അതുകൊണ്ട് ഒരു ദൈവദാസന്മാരും ഞാൻ കേട്ടതുമില്ല എൻ്റെ വീട്ടിൽ. സ്വത്ര. ഇനി കിട്ടത്തില്ലെന്ന് ഉറപ്പാകുമ്പോൾ ഇനി എന്നാ ചെയ്യാൻ? കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയത്തില്ല. ഇനി വന്നാലും ഒന്നും കിട്ടത്തില്ല, ഏതായാലും കിട്ടുന്നില്ല, പിന്നെ വിളിക്കണ്ട എന്നൊരു ചിന്താഗതി ചിലരകത്ത് വന്നിരിക്കും. അത് മാറ്റണം. അമ്മേ, വേണ്ടാത്ത വിത്ത് നീ വിതയ്ക്കരുത്. ലേവ്യ പുസ്തകം 19:19. നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ട വിത്ത് വിതയ്ക്കരുത്. കൂട്ട വിത്ത് എന്ന് പറഞ്ഞാൽ മിക്സഡ് സീഡ്. മിക്സഡ് സീഡ്. ഹലോ, ആർ യു വിത്ത് മീ? മിക്സഡ് സീഡ്. പോസിറ്റീവ് നെഗറ്റീവ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ദൈവത്തെ സ്തുതിക്കുന്ന നാവ്, മറ്റടുത്ത് ദൈവനാമം ദുഷിപ്പിക്കുന്ന വാക്ക്. ഇത് രണ്ടും ചെയ്യരുത്. ആമേ. ഹലോ ഹലോ. നിങ്ങൾ പറയുന്ന വാക്കിന്മേൽ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. ദൈവം ആ വചനം നിനക്ക് വേണ്ടി റിലീസ് ചെയ്തത് തൻ്റെ ഉദ്ദേശം, തൻ്റെ ഇഷ്ടം നിവർത്തിച്ച് അത് മടങ്ങി വരണം. അപ്പോൾ ദൈവവചനത്തെ നീ എന്നാ പറഞ്ഞ അവിയലാക്കരുത്. അവിയലാക്കരുത്. സ്വത്രം. ആമേ. നമുക്ക് ഇഷ്ടമുള്ളതാ, മലയാളീസിന് ഇഷ്ടമുള്ളതാ അവിയൽ. മിക്സഡ് സീഡ്. നെഗറ്റീവ് പറയുക, ദൈവത്തോടെ വന്ന് പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ പറ്റി പറയുക, ഇവൻ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. പറഞ്ഞിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ നിന്റെ വാ കൊണ്ട് നീ പറഞ്ഞ് കെട്ടിയിട്ടറിഞ്ഞേ. ഇനി ഏത് പാസ്റ്റർ വന്നാലും യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചോ? എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കെട്ടിയ കെട്ടിനെ അഴിച്ചു വിടാൻ. ഉയർപ്പിക്കാൻ ശക്തിയുള്ള യേശുവിന് കെട്ടും പൊട്ടിക്കാൻ അറിയത്തില്ലയോ? നിങ്ങൾ കെട്ടിയ നിങ്ങൾ തന്നെ അഴിക്കണം. ചില വേണ്ടാത്ത വാക്കുകൾ
വേണ്ടാത്ത രീതിയിൽ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ശാപം വരുത്തി വെക്കരുത്. സമറിയ പട്ടണത്തിൽ വലിയൊരു ഉണർവുണ്ടായി. ഈ ഉണർവിന് കാരണം എന്നാ? യേശു അവിടെ വിത്ത് വിതച്ചു. സമറിയ പട്ടണത്തിൽ ആദ്യം യേശുവാണ് വിത്ത് വിതയ്ക്കുന്നത്. അവൻ കാണാത്ത മണ്ഡലത്തിൽ നിന്ന്, കാണുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് കാണാത്ത മണ്ഡലത്തിൽ അവൻ വിത്ത് വിതച്ചു. അവനറിയാം ഒരു തലമുറ എഴുന്നേറ്റ് വരും, അന്നിവിടെ ഒരു ഉണർവ് നടക്കുമെന്ന്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എത്ര പേര് പറയുന്നു, ഇവിടുന്ന് ഈ മലയാളം ആരാധന മുഖാന്തരം ഒരു ഉണർവ് നടക്കും. If you are really love this church, ഈ സഭയെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, സഭയ്ക്ക് നേരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് പോകുന്ന മുൻപ് അത് ക്യാൻസൽ ചെയ്ത് യേശുവിനോട് പറ, എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭ, എൻ്റെ സഭ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുക. അല്ലല്ലേ ഇവിടെ ആയിരങ്ങൾ തടിച്ചുകൂട്, ഇവിടെ കൂട്ട വിടുതലുകൾ നടക്ക്, അത്ഭുതങ്ങൾ നടക്ക്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം അതിന്റെ 51. അവൻ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അതിനെ കൈക്കൊണ്ടില്ല. അതവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, സ്തോത്രം, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പൊ യാക്കോബ് യോഹന്നാനും കടന്നു പോകുന്നു. യേശു കർത്താവ് യെരൂശലേമിലേക്ക് പോകുന്ന വഴിയിൽ താൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്ത് സമറിയ പട്ടണത്തിലേക്ക് ഒന്ന് കയറണം. സമറിയക്കാർ തീരുമാനിച്ചു യേശുവിനെ ഇവിടെ കയറ്റത്തില്ലെന്ന്. യേശു പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരെ മുൻപോട്ട് പറഞ്ഞു വിട്ടു, പോയി വഴി ഒരുക്കാൻ. അവർ പോയപ്പോൾ അവിടെ കിട്ടുന്ന വാർത്ത കയറിപ്പോകുന്ന പട്ടണത്തിൽ സ്വത്രം കേറ്റുകയില്ല. ഇവന്മാർക്ക് പെട്ടെന്ന് തോന്നിയത് എന്നാ അറിയോ? സ്വത്രം, നമുക്ക് ഈ കർത്താവിനില്ലെങ്കിൽ ഇനി ആർക്ക് വേണം? സ്വത്രം, പെട്ടെന്ന് ഇവർ പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഏലിയാവ് തീ ഇറക്കി ബാലന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ സ്വത്രം ഈ പട്ടണത്തെ നശിപ്പിക്കാൻ അങ്ങക്ക് മനസ്സുണ്ടോ? സ്വത്രം, കർത്താവ് നമ്മളാണെങ്കിൽ പിടിച്ച ഒരു ചുംബനം കൊടുത്ത് എന്നാ സ്നേഹോടോ എന്ന് പറഞ്ഞേനെ. കർത്താവ് എന്നാ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, വാട്ട് കൈൻഡ് ഓഫ് സ്പിരിറ്റ് യു ഹാവ്? യേശു ചോദിച്ച ചോദ്യം. ഏത് ആത്മാവാ നിങ്ങളിൽ വ്യാപരിക്കുന്നത്? നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? കണ്ടില്ലോ, ഞാൻ നല്ല കാര്യം പറയാൻ പോയതാ, എന്നെ അങ്ങ് സാഹസിച്ചു കേട്ടോ. ഇല്ല, പൂജിക്കും. എന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, യാക്കോബും യോഹന്നാനും ചെയ്തത് തെറ്റുണ്ടോ? കർത്താവിന് വഴി അവര് കേട്ടത്തില്ല എന്ന് പറഞ്ഞു. യേശു അവരെ ശാസിച്ചു. സംടൈംസ് we think we are right, നമ്മൾ കറക്റ്റാ. ഫ്ലഷിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ജഡത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ജഡത്തിൽ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ പലപ്പോഴും നിനക്ക് ദോഷമുണ്ടാക്കും. നീ ആത്മാവിൽ ചലിക്കുമ്പോൾ ചിലയിടത്ത് നിനക്ക് ശാസനം ആവശ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ശാസിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. ലിഫ്റ്റ് ഹിം അപ്പ്, എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. എൻ്റെ ബ്രദറെ പോലൊരു ഭക്തൻ ലോകത്ത് കിട്ടുമോ? സ്തോത്രം. ഇത് പറയുമ്പോൾ ഉള്ളിൽ പറയുക, ഇവനെപ്പോലെ തരികിട കാണിക്കുന്ന ഇതും പറഞ്ഞോണ്ടാ പറയുന്നേ. സ്തോത്രം. ആമേ. യേശു അങ്ങനല്ല. ശിഷ്യന്മാരെ വിളിച്ചു, മനസ്സുണ്ടാവുന്ന അവരെ ശാസിച്ചു. ജീസസ് rebuked. ജീസസ് rebuked. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാർ ചോദിച്ചല്ല, എന്താ കർത്താവേ, ഞങ്ങൾ എന്നാ തെറ്റ് ചെയ്ത്, ഞങ്ങളെന്തിനാ ശാസിക്കുന്നത്? ഇനി കൂട്ടില്ല, പോ എന്നല്ല പറഞ്ഞേ. യേശു ചോദിച്ചു, ഏത് ആത്മാവാ നിങ്ങൾ വ്യാപരിക്കുന്നേ? ഞാൻ ഓൾറെഡി സമരിയ പട്ടണത്തിന്റെ ഉണർവ് കണ്ടിരിക്കുന്നതാ.
ഞാൻ സമറിയ സ്ത്രീയോട് ഞാൻ ദൂത് എത്തിച്ചത്, ആ പട്ടണത്തിൽ വചനം ഓൾറെഡി വാരി വിതറിയിട്ടുണ്ട്. ആ ഗ്രാമത്തിലുള്ള ജനത്തിന്റെ അകത്ത് എൻ്റെ വചനത്തിന്റെ വിത്ത് ഞാൻ വിതച്ചിട്ടുണ്ട്. അത് കൊയ്തെടുക്കേണ്ട സമയമായി, അതിന്റെ പ്രതിഫലം കിട്ടേണ്ട സമയമായി. അന്നേരം പിശാച് നിങ്ങളുടെ അകത്ത് കയറിയിട്ട് പറയുന്നു, അതിനെ നശിപ്പിക്കാം. ഏതാത്മാവാ നിങ്ങളിൽ വ്യാപരിക്കുന്നത്? Are you getting my point? ഒരു ഉണർവിന് വേണ്ടി ദൈവം ഒരു സൈഡ് ദൈവം പരിപാടി ചെയ്തുകൊണ്ട് വരുമ്പോ മറു സൈഡ് പിശാച് കൂടെ നടന്ന് യാക്കോബിനെയും യോഹന്നാനെയും കയ്യിലെടുത്ത് ഉപയോഗിക്കാൻ നോക്കി. പക്ഷെ കർത്താവ് അവരെ ശാസിച്ചു. ഹല്ലേലൂയ. ഇത് ഒരു ദിവസം തീ ഇറങ്ങും. അത് നാശത്തിൻ്റെ തീ അല്ല, ഉണർവിൻ്റെ തീ ഇറങ്ങും. സമറിയ പട്ടണത്തിൽ ഉണർവ് യേശു പണ്ടേ കണ്ടതാ. ഇന്ന് പകൽക്കാലം നിന്റെ വിടുതല്, നിന്റെ സമാധാനം, നിന്റെ സന്തോഷം, നിന്റെ അത്ഭുതം ദൈവം പണ്ടേ കണ്ടതാ. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി ദൈവം വഴികൾ തുറന്നു വരുമ്പോ നിന്റെ ജഡത്തിൽ ചിലത് നീ പറഞ്ഞ് ദൈവ വചനത്തെ നശിപ്പിക്കരുത്. വാട്ട് കൈൻഡ് ഓഫ് സ്പിരിറ്റ് യു ഹാവ്. എൻ്റെ സമയം തീരുന്നത് കൊണ്ട് ലെറ്റ് മീ കൺക്ലൂഡ്. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആമേ. ഫിലിപ്പോസ് ഒറ്റ പ്രസംഗം കൊണ്ട് ആ പട്ടണത്തിൽ മുടന്തർ നടക്കുകയും കുരുടർ കാണുകയും തളർവാദം പിടിച്ചവർ ചാടിക്കുതിക്കുകയും ഭൂതങ്ങൾ വിട്ടുപോകുന്നതും ഇതെല്ലാം ഒറ്റ പ്രസംഗം കൊണ്ട് നടന്നതല്ല. ഇത് നടക്കുന്നതിന് മുൻപ് എൻ്റെ അരുമനാഥനായ യേശു അവിടെ വിത്ത് വിതച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. സമറിയയുടെ ഉണർവിന് വേണ്ടി അവൻ വിത്ത് വിതച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പോസ് പോയി അത് കൊയ്തതേ ഉള്ളൂ. വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്തെടുക്കുന്നവൻ മറ്റൊരുവന്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ആരൊക്കെ വിതച്ചിട്ടുണ്ട്, അത് നശിപ്പിക്കരുത്. ഹല്ലേലൂയ. ഈ സഭയ്ക്ക് വേണ്ടി ഒത്തിരി കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ ഒത്തിരി കണ്ണുനീര് ഒഴുകിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഹല്ലേലൂയ ജഡത്തിൽ വ്യാപരിക്കുന്ന ചില വ്യക്തികളെ സ്വഭാവം കൊണ്ട് ആ ഉണർവിനെ നിങ്ങൾ നശിപ്പിക്കരുത്. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് പ്രാർത്ഥിക്ക്, കർത്താവേ, നാശനത്തിന്റെ തീ അല്ല, ഉണർവിന്റെ തീ ഞങ്ങളുടെ സഭയിൽ അയക്കണം, ഞങ്ങളുടെ പട്ടണത്തിൽ അയക്കണം, ഞങ്ങളുടെ കുടുംബത്തിൽ അയക്കണം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായി ഞങ്ങളുടെ ദൈവമേ, നീയോളം നടത്തിയ ദൈവമേ, ഇത്രത്തോളം മാനിച്ച ദൈവമേ, കുടുംബങ്ങൾ അങ്ങായിട്ട് പരിപാലിച്ചു. കർത്താവേ, ഈ ആഴ്ചയും നിന്റെ സന്നിധാനത്തിൽ കുടുംബമായി വന്ന് ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ച വാക്കുകൾ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉച്ചരിച്ച വാക്കുകൾ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവചിച്ച പ്രവചനങ്ങൾ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവായി പോകരുതപ്പാ. ഹല്ലേലൂയ. അതിൻ്റെ നിന്റെ ഇഷ്ടം തികച്ച്, നിന്റെ ഉദ്ദേശം നിവർത്തീകരിച്ച് അത് മടങ്ങി പോകുന്നത് അല്ലാതെ വൃഥാവായി പോകരുത്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഓരോരു കുടുംബത്തിലും ദൈവശക്തി വ്യാപരിക്കട്ടെ. അടുത്ത ദിവസങ്ങൾ ഓരോരു കുടുംബത്തിൻ്റെ അകത്തും ഓരോരു വിടുതലിൻ്റെ വാർത്ത ഞങ്ങൾ കേൾക്കണം. ഉണർവിൻ്റെ കാറ്റടിക്കട്ടെ. കർത്താവ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. സമാധാനത്തോടെ നിന്റെ ജനത്തെ അയക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.